ഫാൻസ് എല്ലാവരും GTA 6 ട്രെയിലർ 3ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റോക്ക് സ്റ്റാർ ആണെങ്കിൽ GTA 6ന്റെ തേർഡ് ട്രെയിലറിന്റെ അനൗൺസ്മെന്റ് പോലും ചെയ്തിട്ടില്ല. എന്തിനാണ് ഇത്രയും കിടന്ന് തുള്ളുന്നത്? അപ്പോൾ നിങ്ങൾ ഇനി ചോദിക്കും, ട്രെയിലർ 3 ഇല്ലേ? ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം ഉണ്ടെങ്കിൽ അത് എപ്പോൾ റിലീസാവും? മെയ് 23 റിലീസാവും. എന്തുകൊണ്ട് മെയ് 23 റിലീസാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സ്റ്റാർട്ടിങ് തൊട്ട് റോക്ക് സ്റ്റാർ GTA 6ന്റെ അനൗൺസ്മെന്റ് വരുന്നതിന് മുമ്പേ വരുന്ന കുറച്ച് റൂമേഴ്സ് ആണ് ബോണി ആൻഡ് ഗ്ലൈഡ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ നൊട്ടോറിയസ് കപ്പിളിന്റെ ഇൻസ്പയർ ആയി ചെയ്തിട്ടുള്ള ഗെയിം ആയിരിക്കും GTA 6 എന്നുള്ളത്. പിന്നെ പോസ്റ്റേഴ്സ് നോക്കിയാലും പറയാൻ പറ്റും രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ അത് റോക്ക് സ്റ്റാർ ഏകദേശം അത് കൺഫേം ആക്കി. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതും 23-ാം തീയതിയും തമ്മിൽ എന്താണ് ബന്ധമുണ്ട്. കാരണം ബോണിയും ഗ്ലൈഡും എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ ജീവിച്ച ഒരു ക്രിമിനൽ കപ്പിളാണ്. പോലീസാണെങ്കിൽ അവരെ ബെവൻലി പാരീസിലുള്ള ഒരു റോഡിൽ വെച്ച് അവർ രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെയാണ് അവർ മെയ് 23, 1934 അവർ മരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിലായിരിക്കും GTA 6ന്റെ ട്രെയിലർ 3 വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇപ്പോൾ കുറേ റൂമേഴ്സ് വരുന്ന റൂമേഴ്സ് എല്ലാം ഏകദേശം കൺഫേം ആകുന്ന രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിതൊരു തള്ളിക്കളയാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഇതുവരെ റോക്ക് സ്റ്റാർ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ്സിൻ്റെ കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച മാക്സിമം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ തരുന്നത്. പക്ഷേ മെയ് 23 എന്ന് പറയുന്നത് ഒരു ശനിയാഴ്ചയാണ്. അതുകൊണ്ട് ഇത് റിലീസാവാനും ചാൻസ് ഇല്ല. പക്ഷേ ഇതുവരെ വന്ന അപ്ഡേറ്റിൽ കുറച്ച് കൺവിൻസിങ് ആയിട്ടുള്ളത് ഈ ഒരു അപ്ഡേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് പറഞ്ഞു തരുന്നത്. ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് പേര് ആലോചിക്കും, ഇനി ട്രെയിലർ 3 കിട്ടാനുള്ള വല്ല ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ലാതില്ല. ഏതൊരു ഗെയിം റിലീസ് ആവുന്നതിന് മുമ്പ് വേണ്ട ഒരു കാര്യമാണ് പ്രീ ഓർഡേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ പോലത്തെ ഒരു ട്രെയിലർ. അത് ഏത് ഗെയിം റിലീസ് ചെയ്താലും മാക്സിമം അവരത് ചെയ്യുന്നതാണ്. അതേപോലെ ഇതുവരെ റോക്ക് സ്റ്റാർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ട്രെയിലറോ ഒരു പോസ്റ്ററോ ഒരു കാര്യങ്ങളോ ഒരു അപ്ഡേറ്റോ ഒന്നും വന്നിട്ടില്ല. കുറച്ച് ഗെയിമിൻ്റെ കട്ട് സീൻസും ഗെയിം പ്ലേയുടെ ഫുട്ടേജും കുറച്ച് എടുത്തിട്ട് പവറാക്കി ഒരു ട്രെയിലർ 3 വിട്ട് കഴിഞ്ഞാൽ പ്രൊമോഷന് അത് തന്നെ ധാരാളം. ഫാൻസൊക്കെ കിടന്ന് അർമാദിക്കും. എനിക്ക് തോന്നുന്നത് ട്രെയിലർ 3 മേ ബി ഡിലേ ആവാനുള്ള ചാൻസും കൂടുതലുണ്ടെന്നാണ്. അപ്പോൾ ഇപ്പോഴേ ട്രെയിലർ 3 റിലീസ് ചെയ്ത് വിടാൻ ഉള്ള ചാൻസ് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. മേ ബി റിലീസിൻ്റെ കൂടെ അടുക്കുമ്പോഴായിരിക്കും ട്രെയിലർ 3യോ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി റോക്ക് സ്റ്റാർ ട്രെയിലർ 4 പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ മാസം തന്നെ നമുക്ക് ട്രെയിലർ 3 കിട്ടും. ട്രെയിലർ 4 വരാനുള്ള ചാൻസും വളരെ കുറവാണ്. കാരണം റോക്ക് സ്റ്റാർ അങ്ങനെ വാരിപ്പറക്കൊന്നും അപ്ഡേറ്റ് കൊടുക്കൂല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് കൂടുതൽ അപ്ഡേറ്റും അവർ തരാൻ ചാൻസ് ഇല്ല. കൂടുതലും ഗെയിമിനുള്ള എക്സ്പെക്ടേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ മിക്ക സാധനങ്ങളും ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബോണസ് ഫാക്റ്റും ഉണ്ട്. GTA 6ന്റെ എൻഡിങ് എന്ന് പറയുന്നത് ഒരു ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണമായിരിക്കും. ഇതിനെക്കുറിച്ച് റൂമേഴ്സ് കുറേ വരുന്നുണ്ടെങ്കിലും ഇത് കൺഫേം ആക്കുന്ന കുറച്ച് ക്ലൂസും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് GTA 5. GTA 5 അവർ തീരുമാനിച്ചത് ഇതൊരു ട്രാജിക് എൻഡിങ് ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റോക്ക് സ്റ്റാർ ആണെങ്കിൽ GTA 4ഉം അതിന് മുമ്പേ ഇറങ്ങിയ GTA Vice City സ്റ്റോറീസും ഒക്കെ ട്രാജിക് എൻഡിങ് ആയിരുന്നു വച്ചത്. അതുകൊണ്ട് തന്നെ GTA 5 ട്രാജിക് എൻഡിങ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ C, അതായത് GTA 5 ഫൈനൽ മിഷൻ കളിച്ചവർക്കറിയാം 3 ഓപ്ഷൻ നമുക്ക് തരും. ഒന്നല്ലെങ്കിൽ മൈക്കിളിനെ കൊല്ലാം, അല്ലെങ്കിൽ ട്രെവറിനെ കൊല്ലാം. രണ്ടും അല്ലാതെ മൂന്നാമതൊരു ഓപ്ഷൻ വയ്ക്കാനുള്ള ഒരു കാരണം ഇതുകൊണ്ടാണ്. 2 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രാജിക് എൻഡിങ് ആയിപ്പോവും. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ഓപ്ഷൻ വെച്ച് അതൊരു ഹാപ്പി എൻഡിങ് ആക്കാം എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ GTA 5 ഒരു ഹാപ്പി എൻഡിങ് ആയതുകൊണ്ട് GTA 6 അങ്ങനെ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബോണിയും ഗ്ലൈഡിൻ്റെയും സ്റ്റോറി ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മളെ GTA 6 ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ റിയൽ ലൈഫിലെ ഇൻസിഡൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഗെയിമിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പം അവരുടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു ട്രാജിക് എൻഡിങ് ആണ്. ചിലപ്പോൾ അവരുടെ ഡെത്ത് എൻഡിങ്ങും ഇവിടെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ലൂസിയും ജെയ്സണും കൂടെ കാറിലിരുന്ന് മരിക്കുന്നതായിരിക്കും എൻഡിങ് ആവാനും ഒരു ഹൈലി ചാൻസസ് ഉണ്ട്. അത്രയും കടുത്ത ഒരു എൻഡിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നിച്ചിരിക്കുന്ന ജെയ്സണും ലൂസിയും കൂടെ ഗെയിമിൻ്റെ അവസാനം ആകുമ്പോൾ പിരിയുന്നതായിട്ടൊക്കെ കാണിച്ച് എൻഡ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ റോക്ക് സ്റ്റാർ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു ഫാൻ തിയറി മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ. உண்மை காதல் யாரென்றால் உன்னை என்ன சொல்வேனே, நீயும் நானும் பொய் என்றால் காதலை தேடிக்கொள்.